ആദ്യത്തെ ആക്രാന്തത്തിൽ ഞാൻ ആ തിളച്ചത് അങ്ങനെ എടുത്തു. ദൈവം ഇന്നാ നിനക്കൊരു 4 എണ്ണ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നാണ് കേട്ടോ. എന്റെ മമ്മിയുടെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. പാൽ ഒഴിക്കുന്നതിന്റെ നല്ല ഒരു കുറുകിയ ആ ഒരു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ചെറിയ കുറെ കുക്കിംഗ് ഒക്കെ വീഡിയോസ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മളിവിടെ റാസൽ കെയ്മിൽ പോയിട്ട് ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണാം, നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പാൽക്കപ്പ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പാൽക്കപ്പ. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എന്തുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടാം. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇന്ന് പാൽക്കപ്പ വീട്ടിലുണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പൊ അത് അങ്ങനെയാണ്. പിന്നെ ബാക്കി നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കുക്കിങ്ങും അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതാ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബീഫ് കറി അങ്ങ് വെക്കാന്ന് വിചാരിച്ചു. കുക്കിംഗ് ഒക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ബീഫൊക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫിന് വേണ്ട സാധനങ്ങൾ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചെറിയുള്ളി എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി മാത്രം മറന്നു പോകും. അപ്പൊ ഞാൻ അതിപ്പോ എടുത്തിട്ട് അരിഞ്ഞു വെക്കും കേട്ടോ. അപ്പം ചടപടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്താ പറയാ, അപ്പൊ എന്നും ഒന്നും ഇങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇതുപോലെ കുറച്ച് ആധികാരികമായിട്ടൊക്കെ ചെയ്യും. അതൊരു മൂഡ് തോന്നുന്ന സമയത്ത് മാത്രമേ പകൽ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ കൂടുതലും വൈകുന്നേരമാണ് കുക്ക് ചെയ്ത് വെക്കാറുള്ളത് ഫുഡൊക്കെ. ഞാൻ ബീഫിനുള്ളത് എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചു. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് അതിനകത്തൊരു സ്പൂണും കൂടെ പോയി കേട്ടോ. അപ്പൊ ഞാൻ ഈ പൊടികളൊക്കെ നമ്മുടെ ഈ താഴെ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കാനുള്ള സൗകര്യമാണ്. പിന്നെ കുറച്ച് പൊടികൾ ഞാൻ തന്നെ അവിടെ എന്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പൊ ബാക്കി പൊടികളെല്ലാം ഞാൻ ഈ ട്രോയിൽ താഴെ വെക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് തിരിച്ചു വെക്കാനായിട്ട് സൗകര്യമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാണ് കേട്ടോ. നമ്മുടെ മസാലയും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല കേട്ടോ. പിന്നെ ഗരം മസാല നല്ലപോലെ ഇടും. പിന്നെ നമ്മുടെ മീറ്റ് മസാല ആണ് കേട്ടോ ഇടുന്നത്. അത് വിങ്കോസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, നല്ലപോലെ ഇളക്കി നല്ല സെറ്റാക്കിയിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിൽ അടച്ചു വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി നമുക്ക് ഇപ്പം സെറ്റായി കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുഞ്ഞു മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി ആക്ച്വലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ മത്തി കറി കഴിക്കാറില്ല. മത്തി വറുത്തതാണെങ്കിൽ ഓക്കെ. എനിക്ക് മത്തിയോട് പൊതുവെ എന്തോ ഭയങ്കര ഒരു ഇഷ്ടക്കുറവുണ്ട്. പിന്നെ വല്ലപ്പോഴും വാങ്ങിച്ചിട്ട് വറക്കാനും പിന്നെ അച്ചാച്ചന് കറിയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് കറിയും കൂടെ വെക്കാനായിട്ട് അതിനു വേണ്ടി വാങ്ങിച്ചു. പിന്നെ കുഞ്ഞമത്തി നല്ലതാണല്ലോ. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദണ്ട ഉപ്പ് മൊത്തം അവിടെ ഞാൻ പൊട്ടിച്ചതായിട്ടാ. അത് ഇപ്പൊ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഇപ്പൊ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മത്തിയൊക്കെ ക്ലീൻ ചെയ്യുന്ന. മത്തി മാത്രമല്ല എല്ലാം ഞാൻ വിനാഗിരിയും കൂടെ ഒഴിച്ച് ക്ലീൻ ചെയ്തെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. ഉപ്പും വിനാഗിരിയും എനിക്ക് മസ്റ്റാണ് ക്ലീൻ ചെയ്യാൻ നേരം കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ വിനാഗിരിയുടെ കുപ്പി ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം അരച്ച് പുരട്ടി വെക്കുകയാണ് കേട്ടോ മത്തി വറക്കാനുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറക്കാനും കൂടെ കറി വെക്കാനും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതിലും ബാക്കി ഉണ്ടായിരുന്ന മസാല ചുമ്മാ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതാ അങ്ങനെ വെച്ചു. ഇനിയിപ്പം മത്തി നമുക്ക് വറക്കാനുള്ളത് ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിനകത്ത് വെക്കും കേട്ടോ. എന്നിട്ട് മത്തി കറിയൂടെ നമുക്ക് ഇന്ന് വെക്കണം കേട്ടോ. കിച്ചണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ചെന്ന് നോക്കിയപ്പം റൂം ഒരു കോഹോലവാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാറക്കുട്ടിയോട് ഞാൻ പറഞ്ഞു ഹോളിൽ പോയിരിക്കും, അമ്മ TV വെച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഹോളിലാക്കിയിട്ട് ഞാൻ റൂം ഒന്ന് വൃത്തിയാക്കി. എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം ആ റൂമിൽ കൊണ്ട് നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ചടുപ്പെട്ടേന്ന് പറഞ്ഞിട്ട് എല്ലാം ഈ ഒരു കവറിനകത്താക്കി എടുക്കാമെന്ന് എല്ലാം അവിടുന്ന് പിറക്കി കെട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അവള് റൂം ഫുള്ള് നിരത്തിയിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ സമാധാനമായി. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ കിച്ചണിൽ ചെന്നപ്പോഴത്തേനും നമ്മുടെ ബീഫ് നല്ല സെറ്റായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാനായിട്ട് പോകണം കേട്ടോ. ആദ്യത്തെ ആക്രാന്തത്തിൽ ഞാൻ ആ തിളച്ചത് അങ്ങനെ എടുത്ത്
എന്റെ കയ്യിലൊഴിക്കാതാണ് ആ കോപ്ര ഇപ്പൊ കണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ കറക്റ്റ് ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് അപ്പൊ തന്നെ വെന്തിട്ട് നല്ല പോലെ പീസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് വേഗം ചെയ്ത് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ ബീഫ് കറി അപ്പൊ അവിടെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തിനിപ്പോ നമ്മുടെ മത്തി കുറച്ച് മാത്രം എടുത്തിട്ട് അറ്റാച്ചിന് വേണ്ടി മാത്രം എടുത്തിട്ടൊന്ന് കറി വെക്കാൻ നോക്കാം കേട്ടോ. നമ്മളെപ്പോഴും ഈ വറുത്തതൊക്കെ കൂട്ടുന്നത് അത്ര നല്ലതല്ല. വറുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് മത്തി കറി ഇഷ്ടമല്ല. എന്താ കാര്യത്തിൽ പണ്ടോട്ടേ ഞാൻ മത്തി അങ്ങനെ കൂട്ടാറില്ല. വറുത്തതാണെങ്കിൽ ഓക്കെ, കറി ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പൊ നല്ല മലബാറി പ്യൂർ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഓയിലാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. കടുക് മുറിച്ചു കൊടുക്കാം. നമ്മൾ ഈ മീൻകറി വെക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ചുമന്നുള്ളി ഒന്നും ചേർക്കാറില്ല. ഈ വെളുത്തുള്ളി മാത്രമുള്ളൂ കേട്ടോ. റെസിപ്പിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, ഉലുവ, കരിയാപ്പര, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചില മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണാറുണ്ട് ചില സൈഡിലോട്ട്. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണല്ലോ. അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ പൊടികളായിട്ട് ചേർക്കണം കേട്ടോ. കടുക് പോട്ട് നമ്മൾ ഇച്ചിരി മാറി നിൽക്കട്ടെ. അല്ലെങ്കിൽ എല്ലാം കൂടെ തെളിച്ചിട്ട് വരും. പുളിവെള്ളം കേട്ടോ. പുളി ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം മേടിച്ച ഉപ്പ് കുറച്ച് പാടിപ്പോയി. അതിനാന്ന് വെച്ചാൽ ഭയങ്കര തരിതരിപ്പുള്ള ഉപ്പായിരുന്നേ. അപ്പം ഇത് പഴയ ഒരു ഉപ്പും പാത്രമാണ്. അപ്പൊ ഈ തരിതരിപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഈ പോളിന്ന് പൊടി കൊണ്ട് പുറത്തോട്ട് വരത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ കപ്പിലോട്ട് ഇട്ടിട്ട് അടിച്ച് പൊടിച്ച് വരുമ്പോഴത്തേനും ഇത് ഭയങ്കര സ്റ്റിക്കായിപ്പോയി. അതായത് പൊടിച്ചത് അത്രയും ഫൈനായിട്ട് പൊടിഞ്ഞു പോയതുകൊണ്ടായിരിക്കാം ഒട്ടും വരുന്നില്ല. അപ്പൊ പിന്നെ അടപ്പ് തുറന്നു വെച്ചേക്കാം. അപ്പൊ ഇനി അതിനകത്തും എടുത്തെടുത്ത് വേണം യൂസ് ചെയ്യാൻ. പറ്റിക്കഴിയുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന്റെ ചാറൊക്കെ കഴിക്കാനായിട്ട് ഞാൻ കഴിക്കില്ല. പക്ഷെ നമ്മൾ ചാറ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റിച്ച മീൻകറി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തിളയൊക്കെ വന്ന് ഞാനത് എണ്ണയൊക്കെ തെളിഞ്ഞ് മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടോ. കരിയാപ്പിലൊക്കെ ഞാൻ മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ നല്ല സൂപ്പറായിട്ട് നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാക്കറ്റിലെ കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ സാധാ നാട്ടിൽ കിട്ടുന്ന പോലത്തെ തൊലിയുള്ള കപ്പ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുമായിരുന്നു. അപ്പൊ അത് ശ്രീലങ്കൻസിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതെന്താന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അത് തന്നെയല്ല, നമ്മളത് ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണല്ലോ മുറിച്ചെടുക്കുന്നത്. അപ്പൊ ഒരുപാട് കപ്പ നമുക്ക് വേസ്റ്റ് ആയിപ്പം. കാരണം കറുത്തിട്ടും അകം അഴുക്കായിട്ടൊക്കെ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയത്തില്ലല്ലോ നമുക്ക് ഇത് നല്ലതാണോ അല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ എടുത്തിട്ട് വരും. അപ്പൊ അത്യാവശ്യം റേറ്റ് കൊടുത്ത് മേടിക്കുന്ന കാരണം പിന്നെ നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ നല്ല പീസ് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ പാക്കറ്റ് കപ്പലോട്ട് മാറി കേട്ടോ. അതാകുമ്പോ നമുക്ക് നല്ല സാധനം കിട്ടുകയും ചെയ്യും, റേറ്റും കുറവാണ് കേട്ടോ. അപ്പം ഇത് കുഴപ്പമില്ല. നമ്മളിപ്പോ ഇതാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനത്തെ പീസ് ആയിരിക്കും. അതായത് നമുക്ക് പുഴുങ്ങാനുള്ള പീസിലുള്ള ഒരു ഷേപ്പിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് വേവിക്കണമെങ്കിൽ ഒന്നും കൂടെ കൊത്തി കൊത്തി എടുത്താൽ മതിയല്ലോ. അപ്പൊ ഇതിപ്പോ നമുക്ക് കൊത്തി എടുക്കാം. ഈ ഒരു പാക്കറ്റ് ഒരു 1 kg പാക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നില്ല, പകുതി എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കാം. എനിക്ക് കപ്പ പുഴുങ്ങുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം അത്രയും പുഴുങ്ങുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അന്ന് പാൽക്കപ്പ കഴിച്ചപ്പോൾ ആൾക്ക് ആ ഒരു ഓക്കെ എന്നുള്ളൊരു ഫീൽ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ആ തേങ്ങാപ്പാലിന്റെയും പിന്നെ കപ്പ വേവിച്ചതിനേക്കാൾ എനിക്കിഷ്ടം കപ്പ പുഴുങ്ങിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എടുക്കുന്നുള്ളൂ. കാരണം അച്ചാച്ചൻ എത്രത്തോളം കഴിക്കും എന്നുള്ളത് അറിയത്തില്ല. അപ്പൊ ഞാൻ അത് കുറച്ചെടുക്കാം. പിന്നെ ഫസ്റ്റ് ആയിട്ട് വെക്കുമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്കിത് കൊത്തി കൊത്തി എടുക്കാം. ഇതാ നല്ല കൊത്തി വൃത്തിയാക്കി ഞാൻ കഴുകിയിട്ട് ഇതേ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം കൂടെ ഒഴിച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളക്കണമല്ലോ. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ബാക്കി ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാമേ. ഈ 2 ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചതച്ചെടുക്കണം. ഇത് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ടുള്ള കേട്ടോ. കരിയാപ്പില ഇത് ജസ്റ്റ് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതിയേ. കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കപ്പ തിളച്ച് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഒരുപാടങ്ങ് ഉടഞ്ഞ് എന്താ പറയുക, ഒരുപാടങ്ങ് ഇതായി കുഴഞ്ഞു പോകണ്ട. കുറച്ച് കഷ്ണം കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പം അത്യാവശ്യം ഇച്ചിരി നീട്ടി ഒഴിച്ചോ കുഴപ്പമില്ല, കാരണം അതൊന്ന് എന്താ പറയുക കുറച്ച് തിക്കായിട്ട് ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇച്ചിരി നീട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് നോക്കാം ഇത് നമുക്ക് സെറ്റായി കിട്ടുമോ നോക്കാം കേട്ടോ. അപ്പോൾ പാലൊഴിച്ചിട്ട് ഞാൻ കപ്പ അപ്പുറത്തെ അടുപ്പയിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഇപ്പുറത്തോട്ട് നമുക്ക് ഇതിനുള്ള കടുക് താളിച്ചൊഴിക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുകും വറ്റൽമുളകും നമ്മുടെ ആ ചുമന്നുള്ളി അരിഞ്ഞതും പിന്നെന്താണ് കരിവേപ്പിലും അത്ര മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ചുമന്നുള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആക്കിയിട്ട് നമുക്ക് കരിയാപ്പലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം അതെല്ലാം കരിഞ്ഞു പോകും കേട്ടോ, ഈ ചുമന്നുള്ളി മൂക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ ആദ്യം അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. കടുകൊക്കെ താളിച്ച് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല കുറുക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടാൽ നല്ല തിക്കായി, നമ്മൾ അത്രയും ലൂസായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് സെറ്റായി വന്നപ്പോഴത്തേനതേ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇച്ചിരി തേങ്ങാപ്പാൽ ലൂസായിട്ട് ഒഴിക്കണം എന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിക്കായിപ്പോവും. ഇപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ഒന്ന് കോരി എടുക്കാനുള്ള പരുവത്തിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് എന്താ പറയുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഫുഡും കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ കുളിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് എന്റെ പിരികം എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതുവരെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ വെഡിങ്ങിനും പിന്നെ അതിന് മുമ്പ് എപ്പോഴോ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴോ 1-2 പ്രാവശ്യം കണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്റെ പിരികം ത്രെഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് വളരെ കുറച്ച് പിരികം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഈ ബ്യൂട്ടി പാർലറിൽ പോയി പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിരികമൊന്നും എനിക്കില്ല. അപ്പൊ ഞാൻ തന്നെയാണ് ചെയ്യാറ്. ആദ്യമൊക്കെ ഞാൻ ബ്ലേഡ് വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏത് ബ്രാൻഡാന്ന് എനിക്കറിയത്തില്ല, ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ബ്രാൻഡാണ്. ഒരു 3-4 എങ്ങാണ്ട് ഈ ബ്ലേഡ് ഇതുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിലപ്പം ഇങ്ങനെ അങ്ങ് എടുക്കും. ചിലപ്പോൾ ഞാൻ ഇതുപോലൊന്ന് വരച്ചിട്ട് ഞാൻ എടുത്തു കൊടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് വിചാരിച്ചു, അപ്പൊ ഞാൻ എടുക്കുന്ന അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാടൊന്നും ആയിട്ടില്ല, എന്നാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പം ഒട്ടും ഈ പിരികം ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയാ പോയി ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഷേപ്പും പിടിച്ചിട്ടല്ല വരച്ചിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പൊ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ല, അപ്പൊ ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാകുമ്പോൾ മുറിയത്തൊന്നുമില്ല കേട്ടോ ഗൈസ്. ബ്ലേഡൊക്കെ ആകുമ്പം വേണമെങ്കിൽ പോറി അങ്ങോട്ടൊരു പോക്ക് പോകാം. അപ്പൊ ഞാൻ ഈ സൈഡും കൂടെ ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഞാൻ 2 സൈഡും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനിയിപ്പോ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ പാൽക്കപ്പ കഴിക്കാം. ഇതാണ് എന്റെ ഒറിജിനൽ എന്റെ ഒറിജിനൽ ഐബ്രോസ്. ഒന്നും ചെയ്തിട്ടില്ല. അതാ കുളി കഴിഞ്ഞ് നമ്മള് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ദൈവം ഇന്നാ നിനക്കൊരു 4 എണ്ണ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നാണ് കേട്ടോ ഈ സാധനം. ഞാൻ കാണുന്ന കുറെ ആൾക്കാർക്ക് ഒരുപാട് എയറുണ്ട്. അപ്പൊ ഞാൻ എന്റെ മമ്മിയുടെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
എന്താന്ന് വെച്ചാല് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞിലെ മക്കൾക്ക് എഴുതി കൊടുക്കുവാണെങ്കിൽ വലുതാകുമ്പത്തിന് അവരുടെ പിരിയത്തിന് നല്ല കളറൊക്കെ വെക്കുമെന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ മമ്മിയുടെ അടുത്ത് വഴക്കുണ്ടാക്കും, മമ്മി എനിക്ക് എഴുതി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒട്ടും ഇല്ലാത്തത് വെളുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേട്ടാ. സത്യമാണല്ലോ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ സാറക്കുട്ടിക്ക് എഴുതുമായിരുന്നു. പിന്നെ ഒത്തിരി അങ്ങ് കടുപ്പിച്ച് വരച്ച് വെക്കുന്നത് എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് കേട്ടോ. അപ്പൊ അത് ഒരുപാടൊന്നും ഇപ്പൊ ഞാൻ പിന്നെ ഒട്ടും എഴുതാറില്ല. പിരികവും കണ്ണുറക്കെ ഞാൻ അങ്ങനെ എഴുതാറില്ല. അപ്പൊ നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം അല്ലെ. ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെങ്കിലേ ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. സ്കിന്നിൽ ഇടാനുള്ളതൊക്കെ ഞാൻ വാഷ്റൂമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഫേസ് വാഷ് പിന്നെ പറയണ്ടല്ലോ അല്ലെ. നമ്മുടെ വിറ്റമിൻ സിയുടെ സിറം ഉണ്ട്, ഇയുടെ സിറം ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്. ഇതെല്ലാം ഞാൻ കുളിമുറിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ബാത്റൂമിൽ വെച്ചേക്കും. അതെന്താന്ന് വെച്ചാൽ അപ്പൊ കുളി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കുറച്ച് ലിപ് ബാമും കൂടി ഇട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കുളി കഴിഞ്ഞിട്ടുള്ള ഒരു ഒരുക്കം കംപ്ലീറ്റ് ആയിക്കോളും. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നല്ല സെറ്റായിട്ട് നല്ല കുളിപ്പിന്നലൊക്കെ പിന്നി നല്ലൊരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് കേട്ടോ. ഇത് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ തൊട്ടാണ്. ചെറുതായിട്ടൊന്ന് ലിപ്പും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. അപ്പം നമുക്ക് ഇനിയിപ്പോ നമ്മുടെ കപ്പയും ബീഫും ഒക്കെ കഴിക്കാം കേട്ടോ. ഞാൻ എടുത്തോണ്ട് വരട്ടായിരുന്നു നമുക്ക് കേട്ടോ. അപ്പൊ ഞാന് ദാണ്ട് നമ്മുടെ പാൽക്കപ്പ, വെറും കപ്പയല്ല കേട്ടോ, പാൽക്കപ്പയും നമ്മുടെ ബീഫ് കറിയും കൂടെ എടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് കഴിച്ചപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. അപ്പം ആ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ നല്ല ഒരു കുറുകിയ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ കപ്പ വേവിച്ചതിൻ്റെ ഒരു ചുവയുണ്ടല്ലോ, അപ്പം അതും ഈ തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മൾ താളിച്ചൊഴിക്കുന്നതിൻ്റെ ആ കടുകും ആ കരിവേപ്പിലയുടെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ ഈ കപ്പയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കാം ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു മൂവി വെച്ചിട്ടുണ്ട്, ആ മൂവിയോടെ കണ്ടുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ കണ്ണ് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ സൈഡിൽ വെച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒരു ചുമ്മാ ഒരു ഗാർണിഷിന് വേണ്ടി അരിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു പെപ്സിയോട് കുടിക്കുമ്പോൾ നല്ല അടിപൊളി സുഖം കിട്ടും. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.